അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ശവ്വാൽ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ജുമുഅക്ക് പോകുന്നവർക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ ഓതുന്ന നുബാത്തിയ ഖുത്ബ, ശവ്വാൽ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ അർത്ഥമാണ് ഈ വീഡിയോയിലൂടെ കേൾപ്പിക്കുന്നത്. അത് എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ പള്ളിയിൽ ചെന്ന് ഉസ്താദുമാർ അറബിയിൽ ഖുത്ബ ഓതുന്ന സമയത്ത് അതിൻ്റെ ആശയം കൂടുതൽ ദൃഢകരമായി നമ്മുടെ മനസ്സിൽ പതിക്കും. പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഖുത്ബയിലേക്ക് പോകാം. വ്യത്യസ്ത ഭാഷകളിൽ പുകഴ്ത്തപ്പെടുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും ഉദ്ദേശത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പരമാവധി എത്തിച്ചു കൊടുക്കുന്ന ഗുണം അള്ളാഹു ചെയ്തു കൊടുക്കട്ടെ. ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ഉണർന്നവരായിരിക്കെ പ്രകടമാവുന്ന ഈ മയക്കം എന്താണ്? നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഈ പരിഭ്രമം എന്താണ്? നിങ്ങൾ സ്വബോധമുള്ളവരായിരിക്കെ ഈ മത്തുബാധ എന്താണ്? നിങ്ങൾ സ്ഥലത്തുള്ളവരായിരിക്കെ ഈ അകൽച്ച കാണിക്കുന്നത് എന്താണ്? നിങ്ങൾ പിരിഞ്ഞു പോകുന്നവരായിരിക്കെ ഈ സ്ഥിരവാസ നാട്യം എന്താണ്? നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരായിരിക്കെ ഈ നിശ്ചലത എന്താണ്? അറിയുക, ഉറങ്ങുന്നവർക്ക് ഉണരുവാൻ സമയമായിട്ടുണ്ട്. അശ്രദ്ധർക്ക് ഉപദേശം ഉൾക്കൊള്ളുവാൻ സന്ദർഭമായിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുവാൻ അവസരമായിട്ടുണ്ട്. അനുഭവസ്ഥർക്ക് പാഠം ഉൾക്കൊള്ളാൻ സാഹചര്യം ഒത്തിണങ്ങിയിട്ടുണ്ട്. പറയാതെ തന്നെ മരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. വിപത്തുകളെ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഗുണപാഠങ്ങളുടെ നിരകൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് നൽകിയിട്ടുണ്ട്. മാറ്റത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് പല തലമുറകളെയും അത് കഴിച്ചു കടത്തിയിട്ടുണ്ട്. ഹൃദയങ്ങൾക്ക് എന്തു പറ്റി? ഭക്തിയാൽ അവ പിളരുന്നില്ല. കണ്ണുകൾക്ക് എന്തു പറ്റി? കണ്ണുനീരുകൾക്ക് പകരം കറുത്ത രക്തം ഒലിപ്പിച്ച് അവ കരയുന്നില്ല. കാര്യം ചെറുതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? പ്രശ്നം എളുപ്പമായതാണെന്ന് നിങ്ങൾ ഊഹിക്കുന്നുണ്ടോ? ചെവി അടപ്പിക്കുന്നതിലും വന്നു ഭവിക്കുന്ന വിപത്തിലും മോശമായ ഇരുട്ടിലും കറുത്തിരുണ്ട ഇരുട്ടിലും നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. അവയിൽ അകപ്പെട്ടവർ വിളിക്കപ്പെടുകയില്ല. അവയിൽ സാക്ഷികൾ കളവാക്കപ്പെടുകയുമില്ല. നിങ്ങൾ അന്ത്യദിനത്തിൽ അകപ്പെട്ടവരെ പോലെയുണ്ട്. അതിൻ്റെ വിറയിൽ വിറച്ചിരിക്കുന്നു. അതിൻ്റെ പീഡനം നീണ്ടുപോയിരിക്കുന്നു. യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥകൾ കണ്ണുകൾക്ക് അതിൻ്റെ ശിക്ഷ വിഷമകരമായിരിക്കുന്നു. അതിൻ്റെ ഭീകരതകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭയങ്ങൾ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർ പറഞ്ഞു, അതിനെന്തു പറ്റി? അന്ന് ഒളിഞ്ഞിരിക്കുന്നവ വെളിപ്പെടും, മറഞ്ഞിരിക്കുന്നവ പ്രത്യക്ഷപ്പെടും. ഭവിഷ്യത്തുകൾ കരസ്ഥമാകും, കുറ്റങ്ങൾ ക്ലിപ്തമാക്കപ്പെടും, വഷളായവ പാപങ്ങൾ വെളിപ്പെടും. വിപത്തുകൾ അധികരിക്കും, വാരിയെല്ലുകൾ വിറപ്പിക്കപ്പെടും, അവയവങ്ങൾ സാക്ഷി പറയും, കബറുകൾ ഇളകി മറിഞ്ഞവയാകും, ചീത്ത പ്രവർത്തനങ്ങൾ എണ്ണപ്പെടും. അന്ത്യദിന സമ്മേളനത്തിൽ വെച്ച് ഏൽപ്പിക്കപ്പെടുന്ന അധിക്ഷേപത്താൽ വീഴ്ച വരുത്തിയവർക്ക്, ബാധ്യതകൾ നിറവേറ്റാത്തവർക്ക് ഉണ്ടാവുന്ന നാണമേ, വൻ വിപത്തുള്ള ദിവസത്തിൻ്റെ വിറയലാൽ അതിക്രമിച്ചവർക്ക് ഉണ്ടാകുന്ന പരിഭ്രമമേ, അക്രമികളുടെ മടക്കത്തിൻ്റെ പരാജയമേ, ഖേദം ഇറങ്ങി വരുമ്പോൾ, രക്ഷപ്പെട്ടവരുടെ വിജയം കാണുമ്പോൾ നശിച്ചവർക്ക് അനുഭവപ്പെടുന്ന ദുഃഖങ്ങളെ, ആദരവിൻ്റെ ഭവനം സ്വർഗം തടയപ്പെട്ടാൽ അഹങ്കാരികൾക്കുണ്ടാകുന്ന നിന്ദ്യതയെ, അക്രമം കാരണം ശിക്ഷിക്കപ്പെട്ട അക്രമികളുടെ ഖേദത്തിൻ്റെ ദൈർഘ്യമേ, അവിടെ വെച്ച് ഓടുന്നവരുടെ മേൽ വഴികൾ അടക്കപ്പെട്ടിരിക്കുന്നു. തന്ത്രമുള്ളവരുടെ മേൽ തന്ത്രവശങ്ങൾ ഇടുങ്ങിയിരിക്കുന്നു. ആഗ്രഹിക്കുന്നവരിൽ നിന്നും ആഗ്രഹത്തിൻ്റെ അസത്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും മുമ്പ് ചെയ്തു വെച്ച പ്രവർത്തനം ലഭിച്ചിരിക്കുന്നു. സ്വന്തം ആത്മാവിന്
നന്മ തേടിയവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് ആരാധ്യനായി ഏതൊരുവൻ മാത്രമേ ഉള്ളുവോ അവൻ്റെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്കാലഹ വ ഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന റബ്ബക ഔഹാലഹ യൗമഇദിൻ യസ്റുന്നാസു അഷ്താതൻ ലിയുറൗ അഅ്മാലഹും ഫമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഭൂമി അതിൻ്റെ വിറക്കൽ വിറച്ചാൽ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളിയാൽ അതിനെന്തു പറ്റിയെന്ന് മനുഷ്യർ പറഞ്ഞാൽ, ആ ദിവസം അത് അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. നിന്റെ റബ്ബ് അതിന് ബോധനം നൽകിയ കാരണത്താൽ അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവർക്ക് കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ വ്യത്യസ്ത സംഘങ്ങളായി പോകുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചാൽ അവൻ അത് കാണും. ആരെങ്കിലും ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതും കാണും. അള്ളാഹു സത്യം മനസ്സിലാക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.